ഓണമായിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കൊന്നും വേണ്ടാത്ത എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഇഞ്ചിക്കറി. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാതെ പെട്ടെന്ന് കിച്ചണിലോട്ട് പോകാം. ഇഞ്ചിക്കറിക്കായിട്ട് 4 വലിയ ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് നല്ല കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. ചതയ്ക്കുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ മിക്സിക്കകത്ത് നന്നായിട്ട് ചതച്ചെടുത്ത ഇഞ്ചിയാണ്. മിക്സിക്കകത്തോ അല്ലെങ്കിൽ കല്ലിലായാലും ചതച്ചെടുത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇഞ്ചിയുടെ ഒരു ഭയങ്കര കുത്തുണ്ടല്ലേ, അതുണ്ടാവില്ല. എന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഈ ജ്യൂസ് നമ്മളിനി ഈ ഇഞ്ചിക്കറിക്ക് എടുക്കുന്നില്ല, അത് കളയേ ഉള്ളൂ. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി. നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് വറുത്തെടുക്കണം. ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വേപ്പില ഇത്രയും ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഈ ഒരു കളർ ആവണം കേട്ടോ ഈ തേങ്ങയ്ക്ക്. ഈ ഒരു കളർ ആയില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിക്കറിക്ക് കളർ ഉണ്ടാവില്ല. ഈ തേങ്ങ വറുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സെയിം പാനിൽ തന്നെ ഇഞ്ചിയും കൂടെ വറുത്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ പാൻ കഴുകുന്നൊന്നുമില്ല, ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ ഇഞ്ചിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ ഉപ്പ് ചേർത്താൽ ഇഞ്ചി നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞോളും. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത് കേട്ടോ. ഈ ഒരു അളവ് നോക്കണ്ട, നമുക്ക് ലാസ്റ്റ് കറിയുടെ ഉപ്പൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യും. ഇഞ്ചി നന്നായിട്ടൊന്ന് മൊരിഞ്ഞത് ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്കൊരു 5-6 കാന്താരിമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. കാന്താരിമുളക് മൊരിയണ്ട, അത് ഈ ഇഞ്ചി മൊരിയുന്ന കൂട്ടത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. ഇഞ്ചി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അരിഞ്ഞാൽ നമുക്ക് മൊരിയാനായിട്ട് ഭയങ്കരമായിട്ട് താമസം എടുക്കും. നമ്മുടെ ഇഞ്ചി ഒരുവിധം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ബ്രൗൺ കളറിലേക്ക് ആയി കഴിഞ്ഞു. നമ്മളിങ്ങനെ പിഴിഞ്ഞെടുത്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയുടെ ഒത്തിരി കുത്തുണ്ടാവില്ല. എന്നാൽ ഇഞ്ചി കറി നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ഇഞ്ചിയുടെ ഒരു ഭയങ്കര ഒരു കുത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഇഞ്ചി നല്ല ബ്രൗൺ കളറായി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഇഞ്ചി തേങ്ങ വറുത്തെടുത്ത് അതേ പാത്രത്തിലേക്ക് കോരിയിടാം. ഇപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇഞ്ചിയും തേങ്ങയും ഒരേ കളറിലാണ് നമ്മൾ വറുത്ത് കോരിയത്. ഈ കളർ ആവണം, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചിക്കറിക്ക് ഒരു കളർ കിട്ടില്ല. ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സിക്കകത്ത് അരച്ചെടുക്കാം. ആദ്യം അരയ്ക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കണ്ട. നന്നായിട്ടൊന്ന് അരഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ അരയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചി നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇഞ്ചി വറുത്തെടുത്ത് അതേ പാനിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട്, ചിലപ്പോൾ ഓയിൽ ബാക്കി ഉണ്ടാവും കേട്ടോ ഇഞ്ചി വറുത്തതിൻ്റെ, അങ്ങനെയാണെങ്കിൽ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടി കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം അങ്ങ് കുറച്ചിടണേ, അല്ലെങ്കിൽ ഉലുവപ്പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും കൂടെ ചെറുതായിട്ട് മുറിച്ചത് ചേർക്കണം. ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പുളി എടുത്തു വെച്ച ആ വീഡിയോ മിസ്സായി പോയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി 1/4 കപ്പ് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അതാണ് നമ്മൾ അരിച്ചൊഴിക്കുന്നത്. പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പുളി കൂടുതൽ ചേർക്കാം കേട്ടോ. പുളിയും മധുരമൊക്കെ നമ്മുടെ ആ ഒരു അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളണം. പിന്നെ പുളിവെള്ളം ഒഴിക്കുമ്പോൾ അരിച്ചിട്ട് ഒഴിക്കണം. അപ്പോൾ അതിൻ്റെ ആ പുളിയുടെ കുരുവോ അല്ലെങ്കിൽ ആ നാരോ ഒന്നും ഉണ്ടാവില്ല. പുളിവെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചിയും ആ തേങ്ങ എല്ലാം കൂടെ അരച്ച് വെച്ചില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് നമ്മൾ അരച്ച് വെച്ച പാത്രം ഒന്ന് കഴുകി അങ്ങ് ഒഴിച്ചതാണ്. ഒരുപാട് വെള്ളമായി പോകരുത്. ഇനി തിളച്ച അരപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കര നീര് ചേർത്ത് കൊടുക്കാം. ശർക്കര ഞാൻ നേരത്തെ പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര നമ്മൾ ചേർത്ത് കൊടുത്തു. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ.
ശർക്കരയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ്, മധുരം, പുളി എല്ലാം പാകമാണോ എന്നൊന്ന് നോക്കി നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് എടുത്തു വയ്ക്കാം. ഈ ഇഞ്ചിക്കറിയിൽ നമ്മൾ നേരത്തെ വേപ്പിലയൊക്കെ വറുത്തരച്ചപ്പം ചേർത്തതുകൊണ്ടാണ് ഇപ്പോൾ വേപ്പിലൊന്നും ചേർക്കാത്തത്. ഇതിലിപ്പോൾ ആകെ ഈ മുളക് മാത്രമേ നമുക്ക് വേറിട്ടിങ്ങനെ കിടക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഇഞ്ചി എല്ലാം അരഞ്ഞേക്കുന്നതുകൊണ്ട് ഈ കറി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതെൻ്റെ മമ്മി ഉണ്ടാക്കുന്നൊരു ഇഞ്ചിക്കറിയാണ്. മമ്മി തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് കുക്ക് ചെയ്തതും. ഇനി നന്നായി തിളച്ചു. നമുക്കിത് ഓഫ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. വളരെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി റെഡിയായി കഴിഞ്ഞു. വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്